നമുക്ക് പഠിക്കേണ്ടത് ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനായ പ്രൊജക്ടൈലിനെ കുറിച്ചാണ്. എന്താണ് പ്രൊജക്ടൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി മാത്രം കൊടുത്തുകൊണ്ട് ഒരു വസ്തുവിനെ എറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊജക്ടൈൽ. അതായത് ഹൊറിസോണ്ടലായിട്ട് നമ്മുടെ ഹൊറിസോണ്ടൽ ലെവലിന് ഒരു ആംഗിളിൽ നമ്മളൊരു വസ്തുവിനെ എറിഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു കല്ലെടുത്ത് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മോഷനെ വിളിക്കുന്ന പേരാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് വിളിക്കുന്നത്. ഹൊറിസോണ്ടലിൽ ഇത് ഹൊറിസോണ്ടൽ ലെവലാണ്. ഹൊറിസോണ്ടലിൽ ഒരു നിശ്ചിത ആംഗിളിൽ ഒരു വസ്തുവിനെ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ, ഇനീഷ്യൽ വെലോസിറ്റി മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തു എന്ത് ചെയ്യും? നമ്മൾ കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയി വീഴും. ശരിയാണല്ലോ. ദിസ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് കോൾഡ് പ്രൊജക്ടൈൽ. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. പ്രൊജക്ടൈൽ മോഷനിൽ നമ്മളൊരു വസ്തുവിനെ എറിയാണ്. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ലെവലാണ്. അതിൽ നിന്ന് ഞാൻ യു എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ തീറ്റ ആംഗിളിൽ, ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ ആംഗിളിൽ ഞാനൊരു വസ്തുവിനെ എറിഞ്ഞു, അല്ലെങ്കിൽ ഒരു ഗൺ ഉപയോഗിച്ച് ഇങ്ങനെ അത് വെടിവെച്ചു. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് വെടിയുണ്ട ഇങ്ങനെ പോകും, അല്ലെങ്കിൽ കല്ല് പോകുന്നു. ഈ കല്ല് പോകുമ്പോൾ ഇത് എത്ര ഡയമെൻഷണൽ മോഷനാണ്? സ്ട്രൈറ്റ് ലൈനിലല്ല. ദാറ്റ് മീൻസ് 2 ഡയമെൻഷണൽ മോഷനാണ് ഈ സാധനം മൂവ് ചെയ്യുന്നത്. ഒരു പ്ലെയിനിലൂടെ ഇങ്ങനെ പോയി ഇവിടെ വീഴുന്നു. 2 ഡയമെൻഷണൽ മോഷനാണ് ഈ സംഭവം നടക്കുന്നത്. 2 ഡയമെൻഷണൽ ആണെന്ന് ഡൗട്ട് വരുമോ? ഇത് 3 ഡയമെൻഷണൽ അല്ല. കാര്യം ഞാൻ ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോർഡിലൂടെയാണ് ഇതിങ്ങി വന്ന് വീഴുന്നത്. അല്ലാതെ ഇങ്ങനെ പോയി ഇതിനകത്തൂടെ ഇറങ്ങി ബോർഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് ബോർഡിലേക്ക് വന്ന് ഉള്ളിലേക്ക് വീഴില്ല. അങ്ങനെയാണെങ്കിൽ 3 ഡയമെൻഷണൽ ആവും. അപ്പോൾ നമ്മളൊരു കല്ലിനെ എറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്ലെയിനിലൂടെയാണ് പോകുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഒരു കല്ലിനെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ആ കല്ല് ഈ ഒരു കറക്റ്റ് പ്ലെയിനിലൂടെ വന്ന് വീഴും. അല്ലാതെ കല്ല് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മാറി അല്ല വന്ന് വീഴുന്നത്. കറക്റ്റ് ഒരു പ്ലെയിനിലൂടെ തന്നെ വന്നങ്ങ് വീഴുന്നു. ദാറ്റ് മീൻസ് നമ്മളൊരു പ്രൊജക്ടൈൽ മോഷൻ എന്ന് വെച്ചാൽ എത്ര ഡയമെൻഷണൽ മോഷനാണ്? 2 ഡയമെൻഷണൽ മോഷനാണ്. അപ്പോൾ ഈ ഒരു ഇനിഷ്യൽ വെലോസിറ്റിയെ എനിക്കൊന്ന് റിസോൾവ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? തീറ്റയോട് ചേർന്ന് കിടക്കുന്ന കമ്പോണന്റിനെ യു കോസ് തീറ്റ എന്നും വിളിക്കാം. തീറ്റയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കുന്നതിന് എന്തെന്ന് വിളിക്കാം? യു സൈൻ തീറ്റ എന്ന് വിളിക്കാം. അപ്പോൾ എവന് പ്ലെയിനിൽ മൂവ് ചെയ്യാനായിട്ടുള്ള കാരണം ആരൊക്കെയാണ്? യു കോസ് തീറ്റ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റും യു സൈൻ തീറ്റ എന്ന് പറയുന്ന വെർട്ടിക്കൽ കമ്പോണന്റും. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവന്റെ പാത്ത് ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? ഇവൻ ഉയരാൻ കാരണം ആരാണ്? വെർട്ടിക്കൽ കമ്പോണന്റായ യു സൈൻ തീറ്റയാണ്. ഇവൻ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാൻ കാരണം ആരാണ്? യു കോസ് തീറ്റ എന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. ഇത് രണ്ടിന്റെയും കൂടെ ഫലമായിട്ടാണ്, മുകളിലോട്ടും അങ്ങോട്ടുമുള്ള ഫലമായതുകൊണ്ടാണ് ഇവന്റെ മോഷൻ ഇതുപോലെ ആവുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ്? ഈ വസ്തുവിന് ആക്സിലറേഷൻ ആക്ട് ചെയ്യപ്പെടുന്നുണ്ടോ? കൃത്യമായിട്ട് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? ജി എന്ന ആക്സിലറേഷൻ ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടാണ് ആക്ട് ചെയ്യപ്പെടുന്നത്? എപ്പോഴും ആക്ടിങ് ഡൗൺവേർഡ്സ്, താഴേക്കാണ് ആക്ട് ചെയ്യപ്പെടുന്നത്. ഈ താഴേക്ക് ആക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കമ്പോണന്റ് കിട്ടും, ഇങ്ങനെ ഒരു കമ്പോണന്റ് കിട്ടും അല്ലേ? ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് കിട്ടും. ഇത് തീറ്റ ആണെന്നുണ്ടെങ്കിൽ ആ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? അല്ലെങ്കിൽ വേണ്ട, ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ജി ആണെങ്കിൽ ഇവിടെ ജി കോസ് തീറ്റ എന്ന് കിട്ടും ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഇവിടെ എന്ത് വരും? വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജി സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ താഴേക്ക് ആക്ട് ചെയ്യപ്പെടുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ നമ്മൾ 2 കമ്പോണന്റായി റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ 90 ഡിഗ്രി ആയതുകൊണ്ട് എന്ത് കിട്ടും? ജി കോസ് തീറ്റ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റും ജി സൈൻ തീറ്റ എന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണന്റും കിട്ടുന്നു. ഇനി ജി കോസ് തീറ്റ എത്രയാണെന്ന് നോക്കിയുടെ, ജി ഇൻറ്റു കോസ് 90. കോസ് 90യുടെ വാല്യൂ 0 ആയതുകൊണ്ട് ഇത് 0 വരും. ഇവിടെ ആണെങ്കിലോ ജി ഇൻറ്റു സൈൻ 90. സൈൻ 90യുടെ വാല്യൂ 1 ആയതുകൊണ്ട് ജി എന്ന് തന്നെ കിട്ടും. എന്ത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് വെർട്ടിക്കൽ കമ്പോണന്റ് മാത്രമാണുള്ളത്, അവന് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇല്ല. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇവിടെ എന്ത് ആക്ട് ചെയ്യപ്പെടുന്നില്ല? ആക്സിലറേഷൻ ആക്ട് ചെയ്യപ്പെടുന്നില്ല, റിട്ടാർഡേഷൻ ആക്ട് ചെയ്യപ്പെടുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിന് ഹൊറിസോണ്ടൽ കമ്പോണന്റിൽ ആക്സിലറേഷനോ റിട്ടാർഡേഷനോ ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷനോ റിട്ടാർഡേഷനോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഹൊറിസോണ്ടൽ വെലോസിറ്റിക്ക് വല്ല ചേഞ്ചും ഉണ്ടാവില്ല. ഹൊറിസോണ്ടലി ഇതിന് ആക്സിലറേഷനോ റിട്ടാർഡേഷനോ ഇല്ലാത്തത് കൊണ്ട് ഹൊറിസോണ്ടൽ വെലോസിറ്റി എപ്പോഴും യു കോസ് തീറ്റ ആയി തന്നെ നിൽക്കുന്നു. അത് ഈ മോഷനെ കംപ്ലീറ്റും കോൺസ്റ്റന്റ് ആണ്. മോഷൻ എവിടെ എടുത്താലും ആ സാധനം കോൺസ്റ്റന്റ് ആയി തന്നെ നിൽക്കുന്നു. കാരണം എന്താണ്? ദർ ഈസ് നോ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അപ്പോൾ അവന്റെ വെലോസിറ്റി മാറില്ല. ഇനി വെർട്ടിക്കൽ കമ്പോണന്റിലാണെങ്കിൽ വെലോസിറ്റി ഉണ്ടോ? ആക്സിലറേഷൻ ഉണ്ടോ? കൃത്യമായിട്ട് ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷന്റെ വാല്യൂ എത്രയാണ്? -g ആണ്. കാര്യം താഴേക്കാണ് ആക്ട് ചെയ്യപ്പെടുന്നത്. സോ -g ആണ്. അങ്ങനെയെങ്കിൽ ഇവന്റെ ഈ വസ്തുവിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? u =
വെർട്ടിക്കൽ മോഷനാണ് കൺസിഡർ ചെയ്യുന്നത്, യു സൈൻ തീറ്റ. അവൻ ആക്ട് ചെയ്യപ്പെടുന്ന ആക്സിലറേഷൻ എന്താണ്? മൈനസ് ജി. അങ്ങനെയെങ്കിൽ അവന്റെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന ഇക്വേഷൻ പ്രകാരം യു സൈൻ തീറ്റ മൈനസ് ജി ടി. മൈനസ് ജി ടി എന്ന രീതിയിൽ അവന്റെ വെലോസിറ്റി വെർട്ടിക്കൽ ഡയറക്ഷനിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ടൈം കൂടുന്തോറും അവന്റെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. നല്ലപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പ്രൊജക്ടൈൽ മോഷനിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റും വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് ആ മോഷനെ ഒന്ന് നോക്കാം. ജസ്റ്റ് മോഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മുകളിലോട്ട് പോകുന്തോറും എവിടെ എത്തിയാലും എന്താ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഇവന് ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ടായിരിക്കും, വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ടായിരിക്കും. ശരിയല്ലേ? ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ട്, വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ട്. സ്വാഭാവികമായി ഇവൻ എങ്ങനെ മൂവ് ചെയ്യും? ദാ ഇങ്ങനെ മൂവ് ചെയ്യും. വേറൊരു കളർ ഇട്ട് വരയ്ക്കും. ഇങ്ങനെ മൂവ് ചെയ്യും. ഇനി ഇവിടെ എത്തുന്ന സമയത്ത് ഹൈറ്റ് കൂടുന്ന അനുസരിച്ച് ഹൊറിസോണ്ടൽ കമ്പോണന്റിന് വ്യത്യാസമൊന്നുമില്ല, അവൻ അതുപോലെ തന്നെ നിൽക്കും. പക്ഷെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്താണ്? വി മൈനസ് യു ടി അല്ലെങ്കിൽ യു സൈൻ തീറ്റ മൈനസ് ജി ടി എന്ന രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റിയുടെ വാല്യൂ എന്താവും? കുറയും. വെർട്ടിക്കൽ വെലോസിറ്റിയുടെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ റിസൾട്ടന്റ് എങ്ങനെ വരും? ഇങ്ങനെ വരും. ഇനി ഈ പോയിന്റിൽ എത്തുമ്പോഴും ഹൊറിസോണ്ടൽ വെലോസിറ്റി ആര് തന്നെയാണ്, വ്യത്യാസമില്ല. വെർട്ടിക്കൽ വെലോസിറ്റി എന്താവും? വളരെയധികം കുറവായിരിക്കും. അപ്പൊ എന്റെ മോഷൻ എങ്ങനെയാവും? ഇതിന്റെ റിസൾട്ടന്റ് ആവും. ഇങ്ങനെ കിട്ടും. ഇനി ഒരു പോയിന്റിൽ എത്തുമ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വെർട്ടിക്കൽ വെലോസിറ്റി എന്താവും? 0 ആവും. എപ്പോഴാണോ യു സൈൻ തീറ്റ മൈനസ് ജി ടി ഈക്വൽ ആവുന്നത് അല്ലെങ്കിൽ ജി ടി ഈക്വൽ ആവുന്നത്, അപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇല്ലാതെയാവും. ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമാവും. ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമാണ്. ആരില്ല? വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ല. അപ്പൊ ഇവൻ എങ്ങനെ തന്നെ പോവും? ഇതുപോലെ തന്നെ പോവും. അവിടെ എത്തിയതിന് ശേഷം പിന്നെ എന്ത് സംഭവിക്കും? യു സൈൻ തീറ്റ മൈനസ് ജി ടി എന്നുള്ളതിൽ ജി ടിയുടെ വാല്യൂ കൂടുതലാവും. ജി ടിയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? ആക്സിലറേഷന്റെ വാല്യൂ കൂടുതലായത് കാരണം അവൻ താഴേക്ക് വരും. താഴേക്ക് വരുന്ന സമയത്ത് ഇപ്പോഴും അവന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് സെയിം ആണ്, മാറ്റം വരില്ല. വെർട്ടിക്കൽ കമ്പോണന്റ് എങ്ങോട്ട് ആക്ട് ചെയ്യപ്പെടും? താഴേക്ക് ആക്ട് ചെയ്യും. താഴേക്ക് ആക്ട് ചെയ്യുമ്പോൾ അവന്റെ ഡയറക്ഷൻ എങ്ങനെ വരും? ഇതാ ഇങ്ങനെ. അവിടെ എത്തുമ്പോഴും ഈ ഒരു പോയിന്റ് എടുത്താലും ഹൊറിസോണ്ടൽ കമ്പോണന്റിന് വ്യത്യാസമില്ല. വെർട്ടിക്കൽ കമ്പോണന്റ് എന്ത് ചെയ്യും? താഴേക്ക് വരുന്തോറും കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ എത്തും. ഇവിടെ എത്തുന്ന സമയത്ത് അടുത്ത പോയിന്റിൽ എത്തുമ്പോൾ ഹൊറിസോണ്ടലിന് വ്യത്യാസമില്ല, വെർട്ടിക്കൽ കൂടും. വെർട്ടിക്കൽ കൂടിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ഇങ്ങനെ എത്തും. അവസാനം ഇവിടെ എത്തുമ്പോഴും ഹൊറിസോണ്ടലിന് വ്യത്യാസമില്ല, വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടായിരിക്കും. എന്ത് സംഭവിക്കും? ഇവന്റെ ഡയറക്ഷൻ എന്താ? ഇതുപോലെ വന്ന് തിരിച്ചിവിടെ എത്തും. ഇതാണ് ഈ ഒരു പാത്തിനെയാണ് നമ്മൾ പ്രൊജക്ടൈലിന്റെ പാത്തായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നത്. നമ്മളൊരു കല്ലിനെ എടുത്ത് എറിഞ്ഞാലും ആ കല്ലിങ്ങനെ തന്നെയാണ് പോകുന്നത്. അത് എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു? മുകളിലോട്ട് പോയിട്ട് തിരിച്ച് താഴേക്ക് വരുന്നതിന്റെ കാര്യം എന്താണ്? മുകളിലോട്ട് പോകുമ്പോൾ അവനൊരു റിട്ടാർഡേഷൻ അനുഭവപ്പെടുന്നുണ്ട് ഡ്യൂ ടു എർത്ത്. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവന്റെ വെർട്ടിക്കൽ വെലോസിറ്റി ടൈമിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ എത്തുമ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആയിരിക്കും. ശേഷം അവന്റെ വെർട്ടിക്കൽ വെലോസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മുകളിലോട്ട് പോകുന്തോറും വെലോസിറ്റി കുറഞ്ഞു അങ്ങോട്ട് പോകുന്ന സമയത്ത് വെലോസിറ്റി, തിരിച്ചു വരുന്ന സമയത്ത് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ പഠിച്ച 1 ഡയമെൻഷണൽ മോഷനിൽ ഇതുപോലൊരു കാര്യം നമ്മൾ പഠിച്ചിരുന്നു. ഒരു കല്ലിനെ എടുത്തിട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്തു മുകളിലോട്ട് പൊക്കി എറിഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട് പോകുമ്പോൾ അവന്റെ വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഏറ്റവും മുകളിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആവും. പിന്നീട് അവൻ എന്ത് ചെയ്യും? തിരിച്ച് താഴേക്ക് വരുമ്പോൾ അവന്റെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. പഠിച്ചാണല്ലോ നമ്മൾ. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ മുകളിലോട്ട് പോകുമ്പോൾ വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ വെലോസിറ്റി 0 ആവും. താഴേക്ക് വരുമ്പോൾ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. എന്ത് വെലോസിറ്റിയാണ് പറയുന്നത്? വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആയ യു സൈൻ തീറ്റയുടെ കാര്യമാണ് പറഞ്ഞത്. യു കോസ് തീറ്റ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റിന് യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞ കാര്യം? ബിക്കോസ് ആക്സിലറേഷൻ ഹാസ് നോ കമ്പോണന്റ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഹൊറിസോണ്ടൽ ഡയറക്ഷന് ആക്സിലറേഷന് കമ്പോണന്റ് ഇല്ല. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇത് ഹൊറിസോണ്ടൽ ലെവലിൽ നിന്നും എത്ര ഹൈറ്റ് വരെ ഉയർന്നു, ഹൊറിസോണ്ടൽ ലെവലിൽ നിന്ന് എത്ര ഹൈറ്റ് വരെ ഉയർന്നു, ഇത് നമ്മൾ മാക്സിമം ഹൈറ്റ് എന്ന് വിളിക്കും. മാക്സിമം ഹൈറ്റ് എന്ന് വിളിക്കും. ഇനി
പ്രൊജക്റ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് ദാ ഇതുവരെയുള്ള ദൂരം, ദാ ഇവിടെ മുതൽ ഇതുവരെയുള്ള ദൂരത്തിനെ നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വിളിക്കും, അല്ലെങ്കിൽ വെറും റേഞ്ച് എന്ന് വിളിക്കും. ഇനി തറയിൽ നിന്ന് ഉയർന്നു പൊങ്ങി ഏറ്റവും ടോപ്പിൽ എത്താൻ എടുക്കുന്ന സമയത്തിനെ ടൈം ഓഫ് അസെൻഡ്, നമ്മൾ അവിടെ പഠിച്ച പോലെ തന്നെ ടൈം ഓഫ് അസെൻഡ് എന്ന് വിളിക്കുന്നു. ഇവിടെ നിന്ന് തിരിച്ചു വരാൻ എടുക്കുന്ന സമയത്തിന് ടൈം ഓഫ് ഡിസെൻഡ് എന്ന് വിളിക്കുന്നു. ഇവൻ ഇവിടെ നിന്ന് തുടങ്ങി തിരിച്ച് ഇതുവരെ എത്താൻ എടുത്ത സമയത്തിന് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വിളിക്കുന്നു. ടൈം ഓഫ് ഫ്ലൈറ്റ്. ഈ 3 ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നു ഇപ്പോൾ. അപ്പൊ എന്താണ് പ്രൊജക്ടൈൽ എന്ന് വെച്ചാൽ ഇനിഷ്യൽ വെലോസിറ്റി മാത്രം കൊടുത്ത് ഒരു വസ്തുവിനെ ഹൊറിസോണ്ടലിൽ ഒരു ആംഗിളിൽ പ്രൊജക്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊജക്ടൈൽ എന്ന് വിളിക്കുന്നത്. ഈ പ്രൊജക്ടൈലിന്റെ പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ട്രജക്ടറി എന്ന് വിളിക്കും. ട്രജക്ടറി. ഇതിന്റെ ഷേപ്പ് എന്ത് ഷേപ്പാണെന്ന് ചോദിച്ചാൽ പരാബോളിക് ഷേപ്പാണ്. പരാബോളയുടെ ഷേപ്പാണ്. ഷേപ്പ് പരാബോളിക്കാണ്. ഇതൊക്കെയാണ് പ്രൊജക്ടൈലിന്റെ കാര്യം. എപ്പോഴും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം, 2 കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഉണ്ട്, ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും. ഈ 2 കമ്പോണന്റ് ഉള്ളത് കൊണ്ടാണ് ഇവൻ ഒരു പ്ലെയിനിലൂടെ മൂവ് ചെയ്ത് പോകാൻ കഴിയുന്നത്. ഇനി ഒരു കമ്പോണന്റ് മാത്രമേ ഉള്ളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവനൊരു ലൈനിലൂടെ മാത്രമേ മൂവ് ചെയ്ത് പോവുള്ളായിരുന്നു. 2 കമ്പോണന്റ് ഉള്ളത് കൊണ്ടാണ് എങ്ങനെ മൂവ് ചെയ്യുന്നത്? പ്ലെയിനിലൂടെ മൂവ് ചെയ്യുന്നത്. അതിൽ ആരാ കോൺസ്റ്റന്റ്? ഹൊറിസോണ്ടൽ കമ്പോണന്റ്. എന്തുകൊണ്ട് കോൺസ്റ്റന്റ് ആവുന്നു? ആക്സിലറേഷൻ ഇല്ലാത്തതുകൊണ്ട്. ഇതിൽ ആരാ വേരിയബിൾ? യു സൈൻ തീറ്റ ആയ വെർട്ടിക്കൽ കമ്പോണന്റ്. എന്തുകൊണ്ട് അവൻ വേരിയബിൾ ആവുന്നു? ആക്സിലറേഷന് വെർട്ടിക്കൽ കമ്പോണന്റ് ഉള്ളത് കൊണ്ട്. ഇവൻ എങ്ങനെയാണ് അവന്റെ വേരിയേഷൻ സംഭവിക്കുന്നത്? ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് മുകളിലോട്ട് പോകും തോറും അവന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ഏറ്റവും ടോപ്പ് എത്തുമ്പോൾ 0 ആവും, തിരിച്ചു വരുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടുന്നു. നമുക്ക് ഓരോന്നിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ പഠിക്കാൻ പോകുന്ന മാക്സിമം ഹൈറ്റിനുള്ള ഇക്വേഷൻ ആണ്. പ്രോബ്ലത്തിലെല്ലാം ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സെക്ഷനാണ്. അപ്പോൾ മാക്സിമം ഹൈറ്റ് നമ്മൾ എന്ത് പറഞ്ഞു? ഇതാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞല്ലേ. ഈ മാക്സിമം ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വെർട്ടിക്കൽ മോഷൻ കാരണം ഉണ്ടാവുന്ന ചേഞ്ചാണ്. ഈ വെർട്ടിക്കൽ മോഷൻ കാരണം ഉണ്ടാവുന്ന ചേഞ്ച് പഠിക്കാൻ വേണ്ടി ഞാൻ ഇതിന്റെ വെർട്ടിക്കൽ മോഷൻ മാത്രം സങ്കല്പിക്കുന്നു. ഹൊറിസോണ്ടൽ മോഷനെ കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല. കാര്യം ഇവൻ മുകളിലോട്ട് ഉയർന്നു പോകാനുള്ള കാരണം ആരാണ്? വെർട്ടിക്കൽ വെലോസിറ്റി ആയ യു സൈൻ തീറ്റ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവൻ മുകളിലോട്ട് പോകുന്നത്. ഇപ്പൊ ഇൻ കേസ് ഇവൻ ഈ യു സൈൻ തീറ്റ ഇല്ലായിരുന്നെങ്കിൽ ഇവന് പൊങ്ങാൻ കഴിയില്ലായിരുന്നു. ഇതിലൂടെ ഉരുണ്ട് നീങ്ങാൻ മാത്രമേ കഴിയുള്ളായിരുന്നു. അപ്പോൾ ഇതിന്റെ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഞാൻ എവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നു? വെർട്ടിക്കൽ മോഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മാക്സിമം ഹൈറ്റിലേക്ക് എത്തുമ്പോൾ ഇവൻ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടല്ലേ, നമ്മൾ ഇവൻ ഇനീഷ്യൽ വെലോസിറ്റി കൊടുക്കുന്നുണ്ട്. ഈ വസ്തുവിന് പ്രൊജക്ട് ചെയ്ത ആളിന് ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? യു അല്ല, വെർട്ടിക്കൽ മോഷൻ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ യു എന്ന് പറയരുത്. വെർട്ടിക്കൽ മോഷൻ ആരാ ഇതിൽ? യു സൈൻ തീറ്റയാണ്. അപ്പോൾ ഇവന്റെ വെർട്ടിക്കൽ മോഷൻ കാരണം അല്ലെങ്കിൽ ഇവന്റെ വെർട്ടിക്കൽ വെലോസിറ്റി, വെർട്ടിക്കൽ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? യു സൈൻ തീറ്റയാണ്. ഇനി എന്താ ഇവന്റെ ഫൈനൽ വെലോസിറ്റി എന്താ? ഇനീഷ്യൽ വെലോസിറ്റി യു സൈൻ തീറ്റ കൊടുത്തതിന് ശേഷം ഇവന് നമ്മൾ എന്ത് ചെയ്തു? പ്രൊജക്ട് ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോഴാണ് അവൻ മാക്സിമം ഹൈറ്റ് എച്ച് അക്യൂർ ചെയ്തത്. ആ മാക്സിമം ഹൈറ്റ് എച്ച് അക്യൂർ ചെയ്ത സമയത്ത് ഇവന്റെ വെലോസിറ്റി എത്രയാണ്? 0 ആയല്ലേ. ഏത് വെലോസിറ്റി? ഹൊറിസോണ്ടൽ വെലോസിറ്റി അല്ല, നമ്മൾ വെർട്ടിക്കലിനെ കുറിച്ച് മാത്രം പറയുന്നു. വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എത്രയായി? 0 ആയി. ദാറ്റ് മീൻസ് ഇവന്റെ ഫൈനൽ വെലോസിറ്റി എന്താണ്? v is equal to 0. ഇവൻ ആക്സിലറേഷൻ അനുഭവപ്പെടുന്നുണ്ടോ? ആക്സിലറേഷൻ കൃത്യമായിട്ടുണ്ട്. ആശാൻ വെർട്ടിക്കൽ ഡയറക്ഷനിൽ പോകുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെന്നെടുത്തു? ആക്സിലറേഷൻ g എന്നെടുത്തു. മുകളിലോട്ടുള്ള യു സൈൻ തീറ്റയെ നമ്മൾ പോസിറ്റീവ് എന്ന് എടുത്തിരിക്കുന്നത് കൊണ്ട് താഴേക്ക് ആക്ട് ചെയ്യപ്പെടുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തെന്നെടുത്തു? നെഗറ്റീവ് എന്നെടുത്തു. ഈ 2 കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവന്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്, ഇവന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ എത്രയെന്ന് എടുക്കാം? എസ് ഇസ് ഈക്വൽ ടു എച്ച്. ഇവിടെ എന്തുകൊണ്ട് എസ് ഇസ് ഈക്വൽ ടു എച്ച് എന്ന് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ല ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത്. വെർട്ടിക്കലി അവൻ എത്ര ഹൈറ്റ് ഉയർന്നു ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. ഹൊറിസോണ്ടൽ മോഷനെ കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല. ഹൊറിസോണ്ടൽ മോഷനെ കുറിച്ച് ചിന്തിക്കുന്നു, ഇവനെ കുറിച്ചും കൂടെ എടുത്തു കഴിഞ്ഞാലാണ് ഇവന്റെ മോഷൻ പ്ലെയിനിലൂടെ ആവുന്നത്. ഇപ്പൊ നമ്മൾ ആരെ എടുക്കുന്നു? യു സൈൻ തീറ്റ എന്ന വെർട്ടിക്കൽ മോഷൻ മാത്രം എടുക്കുന്നു. സോ ഇവൻ എത്ര ഉയർന്നു എന്നതാണ് ഇവിടത്തെ ഡിസ്പ്ലേസ്മെന്റ് ആയി നമ്മൾ എടുക്കുന്നത്. ഇവിടെ നിന്ന് y ആക്സിസിൽ എത്ര പൊങ്ങി? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എച്ച്. കാര്യം ഒന്നുകൂടെ പറയുന്നു, വെർട്ടിക്കൽ മോഷൻ മാത്രം സങ്കല്പിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ എത്രയാണ്? എച്ച് ആണ്. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ആ എച്ചിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ പോരെ. എങ്ങനെ എച്ചിന് ഇക്വേഷൻ കണ്ടുപിടിക്കാം? വി ഹാവ് ദ ഇക്വേഷൻ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. മാറ്റി എഴുതി കഴിഞ്ഞാൽ വി സ്ക്വയറിന്റെ വാല്യൂ 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു
യു സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? യു സൈൻ തീറ്റയുടെ സ്ക്വയർ, യു സൈൻ തീറ്റയുടെ സ്ക്വയർ പ്ലസ് 2as, 2 ഇൻറ്റു എയുടെ വാല്യൂ മൈനസ് ജി ഇൻറ്റു എസിന് പകരം നമ്മൾ ഇവിടെ കൊടുത്ത വെർട്ടിക്കൽ ഹൈറ്റ് എച്ച് എന്ന് കൊടുത്തു, ക്യാപിറ്റൽ എച്ച്. അപ്പൊ എന്ത് കിട്ടും? യു സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2gh. ഈ മൈനസ് 2gh ലെഫ്റ്റ് സൈഡിൽ വന്നാൽ എന്താവും? 2gh ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. എച്ചിന്റെ ഇക്വേഷൻ അല്ലേ കണ്ടുപിടിക്കാനുള്ളത്? എച്ച് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. അപ്പോൾ ഒരു പ്രൊജക്ടൈലിന്റെ മാക്സിമം ഹൈറ്റ് ഉള്ള ഇക്വേഷൻ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഇനി ചോദിക്കുന്നു എങ്ങനെയൊക്കെ ഹൈറ്റ് കൂട്ടാൻ പറ്റും? ഹൈറ്റ് എപ്പോഴാണ് കൂടുന്നത്? എപ്പോഴാണ് ഹൈറ്റ് കൂടുന്നത്? ഒന്ന്, ആംഗിൾ കൂടുതലായിരിക്കണം. ഈ ആംഗിൾ കൂടി കഴിഞ്ഞാൽ ഹൈറ്റും കൂടുതലായിരിക്കും അല്ലേ? ആംഗിൾ കൂടി കഴിഞ്ഞാൽ ഹൈറ്റും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ കല്ലിനെടുത്ത് എറിയുമ്പോൾ ആംഗിൾ കൂട്ടി എറിയുക, ആംഗിൾ കൂട്ടി എറിഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് കൂടും. അപ്പോൾ മാക്സിമം ഹൈറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ, ഏറ്റവും ഉയരത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വരണം? സൈൻ തീറ്റയുടെ വാല്യൂ മാക്സിമം കിട്ടണം. ഈ സൈൻ തീറ്റയുടെ വാല്യൂ മാക്സിമം കിട്ടുന്ന എത്രയിലാണ്? തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ നേരെ വെർട്ടിക്കലി പ്രൊജക്ട് ചെയ്താലാണ് ഒരു വസ്തുവിന് മാക്സിമം ഹൈറ്റിലേക്ക് എത്താൻ പറ്റുന്നത്. ഇനി അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ മാക്സിമം ഹൈറ്റ് കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇനിഷ്യൽ വെലോസിറ്റി കൂട്ടിയാലും മതി. അപ്പോൾ ഹൈറ്റ് കൂട്ടാനായിട്ടുള്ള രണ്ട് വഴികൾ എന്തൊക്കെയാണ്? ഒന്ന് ഇനിഷ്യൽ വെലോസിറ്റി കൂട്ടുക, രണ്ട് ആംഗിൾ കൂട്ടുക. ആംഗിൾ 90 ഡിഗ്രി ആക്കി കഴിഞ്ഞാൽ മാക്സിമം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം ഹൈറ്റിനുള്ള ഇക്വേഷൻ കിട്ടി. പ്രോബ്ലത്തിൽ ചോദിക്കുന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്താ എല്ലാ SI യൂണിറ്റിലാണ് കൊടുക്കേണ്ടത് കേട്ടോ. ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ, യു കൊടുക്കേണ്ടത് മീറ്റർ പെർ സെക്കൻഡിൽ. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് നമുക്ക് മീറ്ററിൽ കിട്ടുന്നു. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റിനുള്ള ഇക്വേഷൻ. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും വെർട്ടിക്കൽ മോഷൻ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിന് ഒരുപാട് പ്രൂഫ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് ടൈപ്സ് പ്രൂഫ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡിൽ പഠിച്ചെടുക്കാവുന്നതാണ്. ഇതിൽ അത്യാവശ്യം നല്ലൊരു മെത്തേഡാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയും എടുക്കുന്നത് വെർട്ടിക്കൽ മോഷൻ മാത്രം എടുക്കുന്നു. വെർട്ടിക്കൽ മോഷനിൽ എന്താ ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ പറഞ്ഞത്? ഇവിടെ നിന്ന് തുടങ്ങി ഇതുവരെ എത്താൻ എടുത്ത ടൈം, അതായത് ഇവൻ എയറിൽ നിന്ന ടൈം, പറന്നു നിന്ന ടൈം, അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവന്റെ ടൈം നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഞാൻ ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് കൊടുക്കുന്നു, ടൈം ഓഫ് ഫ്ലൈറ്റ്. ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവന്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു? ഇവന്റെ ഇനീഷ്യൽ വെലോസിറ്റി യു ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. എന്തുകൊണ്ട് യു സൈൻ തീറ്റ എടുത്തു? ഹൊറിസോണ്ടൽ അല്ല നമ്മൾ എടുക്കുന്നത്, വെർട്ടിക്കൽ മാത്രമാണ് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യു സൈൻ തീറ്റ ആണ്. ഇവന് ഫൈനൽ വെലോസിറ്റി ഉണ്ട്. ആക്സിലറേഷൻ എത്രയാണ്? എ ഇസ് ഈക്വൽ ടു മുകളിലോട്ട് പോകുന്ന സമയത്താണ്. അപ്പോൾ ആക്സിലറേഷൻ എന്താണ്? മൈനസ് ജി ആണ്. ഇവന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? എസ് ഇസ് ഈക്വൽ ടു, ഇതാണോ ഡിസ്പ്ലേസ്മെന്റ്? അല്ല. എന്തുകൊണ്ടല്ല? നമ്മൾ എടുക്കുന്നത് വെർട്ടിക്കൽ മോഷൻ മാത്രമാണ്. വെർട്ടിക്കൽ മോഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ഇവൻ മുകളിലോട്ട് പൊങ്ങി തിരിച്ച് താഴെ വന്നു. ദാറ്റ് മീൻസ് ഇവന് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് അല്ല, ഇവന്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇവിടെ നിന്ന് തുടങ്ങി തിരിച്ച് തറയിലെത്തിയപ്പോൾ ഇവന് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഏത് ലെവലിൽ നിന്നാണോ പോയത് അതേ ലെവലിൽ തന്നെ അവൻ തിരിച്ചെത്തി. സോ ഇവൻ എന്തില്ല? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെടുത്തു? എസ് ഇസ് ഈക്വൽ ടു 0. ഇനിഷ്യൽ വെലോസിറ്റി എന്തായിരുന്നു? യു സൈൻ തീറ്റ. എന്തുകൊണ്ട് യു സൈൻ തീറ്റ എടുത്തു? നമ്മൾ പഠിക്കുന്ന വെർട്ടിക്കലിനെ മാത്രം എടുത്ത് ഇക്വേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ യു സൈൻ തീറ്റ എന്നെടുത്തു. ആക്സിലറേഷന്റെ വാല്യൂ എന്താണ്? മൈനസ് ജി. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? പോയ അതേ ലെവലിൽ തന്നെ തിരിച്ചെത്തിയത് കൊണ്ട് ഡിസ്പ്ലേസ്മെന്റ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടിക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലേ? നമ്മുടെ ഉള്ള ഇക്വേഷൻ എന്താണ്? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാണല്ലോ ഇക്വേഷൻ. എസ് എന്ന് വെച്ചാൽ എത്രയാണ്? 0 ഈസ് ഈക്വൽ ടു യു ടി. യു എന്ന് വെച്ചാൽ യു സൈൻ തീറ്റ. യു സൈൻ തീറ്റ ഇൻറ്റു ടിക്ക് പകരം നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടി പ്ലസ് ഹാഫ് ഇൻറ്റു എയുടെ വാല്യൂ എന്താണ്? മൈനസ് ജി ഇൻറ്റു ടിയുടെ സ്ക്വയർ, ക്യാപിറ്റൽ ടിയുടെ സ്ക്വയർ. ഇപ്പം എന്ത് കിട്ടും? യു സൈൻ തീറ്റ ഇൻറ്റു ടി. ഇവിടെ എന്ത് വരും? മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ LHS ലേക്ക് വന്നാൽ എന്താവും? ഹാഫ് ജി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി. ഇവിടെ ടി സ്ക്വയറും ടിയും കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയാം.
നമുക്ക് ആരെ ഇക്വേഷനാണ് കണ്ടുപിടിക്കാനുള്ളത്? ടിയുടേതാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? അപ്പം എന്ത് കിട്ടും? ടി ഈസ് ഈക്വൽ ടു ഈ 2 അങ്ങ് മുകളിൽ പോവും, 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി താഴെ വരും. ജി ടൈം ഓഫ് ഫ്ലൈറ്റിന് ഇക്വേഷൻ കിട്ടിയതാണ് എന്ത്? 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇനി നമുക്ക് ചോദിക്കാം ടൈം ഓഫ് ഫ്ലൈറ്റ് എങ്ങനെ കൂട്ടാം? ആംഗിൾ കൂട്ടാം, ഇനിഷ്യൽ വെലോസിറ്റി കൂട്ടാം. അപ്പോൾ നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചു. ഏതൊക്കെ ഇക്വേഷനാണ് നമ്മൾ പഠിച്ചത്? ഒന്ന് മാക്സിമം ഹൈറ്റിനുള്ള ഇക്വേഷൻ എന്തെന്ന് പഠിച്ചു? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. മാക്സിമം ഹൈറ്റിലുള്ള ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ടൈം ഓഫ് ഫ്ലൈറ്റിനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്? 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് പഠിച്ചു. ഇനി നമുക്ക് ഒന്നും കൂടെ അവശേഷിക്കുന്നില്ലേ? ഈ റേഞ്ച്, ഹൊറിസോണ്ടൽ റേഞ്ച് എത്രയാണെന്ന് കൂടെ കണ്ടുപിടിക്കണ്ടേ? അതുകൂടെ നോക്കാം. ഹൊറിസോണ്ടൽ റേഞ്ച് എന്താ? ഹൊറിസോണ്ടൽ റേഞ്ച് നമ്മളിപ്പോൾ വരച്ച ഇതാണല്ലേ, ഇതാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവൻ ഹൊറിസോണ്ടൽ റേഞ്ചിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള കാരണം ആരാണ്? ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ്. അപ്പോൾ ഇവന്റെ ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ഇവന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ റേഞ്ചിന് കാരണമാവുന്ന വെലോസിറ്റി എന്ന് വെച്ചാൽ ആരാണ്? യു കോസ് തീറ്റയാണ്. അതിന് വെർട്ടിക്കൽ വെലോസിറ്റിക്ക് യാതൊരു പങ്കുമില്ല. അപ്പം ഹൊറിസോണ്ടൽ റേഞ്ചിന് കാരണമാവുന്ന വെലോസിറ്റി ആര്? യു കോസ് തീറ്റ. ഇവിടെ മുതൽ ഇതുവരെ എത്താൻ അവൻ എത്ര ടൈം എടുത്തു? അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലേ? ആ ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ എത്രയെന്ന് കണ്ടുപിടിച്ച് വെച്ചു? ടൈം ഓഫ് ഫ്ലൈറ്റിനെ ഇപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഒന്ന് ഓർമ്മിച്ച് പറഞ്ഞ എന്താണെന്ന്? 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് പഠിച്ചു. ഇനി ഇത് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ എങ്ങനെ എഴുതാം? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2u കോസ് തീറ്റ ഇൻറ്റു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇനി ട്രിഗണോമെട്രിക്കൽ റേഷ്യോയാണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ 2 തീറ്റ. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ളതിന് ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണ് എന്ത്? സൈൻ 2 തീറ്റ. 2 തീറ്റ ഇസ് ദി ആംഗിൾ. ഇവിടെയും കാണാമല്ലോ നമുക്ക്. ഇവിടെ എന്തെന്ന് എഴുതാം നമുക്ക്? യു ഇൻറ്റു യു എന്ത് കിട്ടും? യു സ്ക്വയർ ഇൻറ്റു 2 സൈൻ തീറ്റ കോസ് തീറ്റ. 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇതിന് എന്തെന്ന് എഴുതാം നമുക്ക്? ഇംപ്ലൈസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഇൻറ്റു 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഈ ഡിസ്പ്ലേസ്മെന്റിനെ അല്ലേ നമ്മൾ റേഞ്ച് എന്ന് വിളിച്ചത്? ദെൻ റേഞ്ചിനുള്ള ഇക്വേഷൻ ആണ് എന്ത്? യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇനി റേഞ്ച് എങ്ങനെ കൂട്ടാം? എങ്ങനെ റേഞ്ച് കൂട്ടാമോ? ഒന്ന് ഇനിഷ്യൽ വെലോസിറ്റി കൂട്ടാം, 2 തീറ്റ കൂട്ടണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, തീറ്റയുടെ ഏത് വാല്യൂവിനാണ് മാക്സിമം റേഞ്ച് കിട്ടുന്നത്? തീറ്റയുടെ ഏത് വാല്യൂവിനാണ് മാക്സിമം റേഞ്ച് കിട്ടുന്നത്? ഈ സൈൻ വരുന്നതിന് സ്വീകരിക്കാൻ പറ്റുന്ന, സൈൻ എക്സിന് സ്വീകരിക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ് അല്ലേ? ആ 1 എപ്പോഴാണ് കിട്ടുന്നത്? എക്സിന്റെ വാല്യൂ 90 കിട്ടുമ്പോൾ. ശരിയാണല്ലോ? ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ആരാണ്? 2 തീറ്റ. ദാറ്റ് മീൻസ് 2 തീറ്റയുടെ വാല്യൂ 90 കിട്ടുമ്പോഴാണ് സൈൻ തീറ്റയ്ക്ക് അല്ലെങ്കിൽ സൈനിന് മാക്സിമം വാല്യൂ ഉണ്ടാവുന്നത്. എങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 45 ഡിഗ്രി. 45 ആംഗിളിൽ, ഡിഗ്രി ആംഗിളിൽ പ്രൊജക്ട് ചെയ്യുമ്പോഴാണ് ഒരു വസ്തുവിന് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ഷോർട്ട് പുട്ടൊക്കെ എറിയുന്ന ആൾക്കാരൊക്കെ ഷോർട്ട് പുട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം എറിയുമ്പോൾ 45 ഡിഗ്രി, ഇതാണ് ആ PT പഠിപ്പിക്കുന്ന സാറ് അല്ലെങ്കിൽ ഫിസിക്കൽ നിങ്ങൾക്ക് ആ ഒരു PT തരുന്ന സാറ് പറയും 45 ഡിഗ്രിയിൽ എറിയാൻ പറയുന്നതിന്റെ കാര്യം ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഹോസിൽ വെള്ളം എടുത്തിട്ട് വെള്ളം അടിക്കുന്നു, ചെടിക്ക് വെള്ളം അടിക്കുന്നു. ചെടിക്ക് വെള്ളം അടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ചെടിക്ക് നമ്മൾ ഇങ്ങനെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ചെടി നേരെ വെള്ളം ഇങ്ങനെ വീഴും. പൊക്കി അടിച്ചു കഴിഞ്ഞാൽ മുകളിലോട്ട് പോയി താഴിട്ട് വീഴും. കറക്റ്റ് 45 ഡിഗ്രിയിൽ നമ്മളിങ്ങനെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ വെള്ളം എന്ത് ചെയ്യും? ഏറ്റവും കൂടുതൽ ദൂരം വെള്ളം തെറിച്ചു പോകും. അപ്പോൾ മാക്സിമം റേഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കണം ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 45 ഡിഗ്രി ആയിരിക്കണം. 3 ഇക്വേഷൻ പഠിച്ചിരുന്നു. എന്താണ്? ഹൈറ്റിനുള്ള ഇക്വേഷൻ പഠിച്ചു. h is equal to u square sin square theta divided by 2g എന്നൊരു ഇക്വേഷൻ. ടൈം ഓഫ് ഫ്ലൈറ്റ് ഇക്വേഷൻ പഠിച്ചു. t is equal to 2u sin theta divided by g എന്ന് പഠിച്ചു. പിന്നെ ഹൊറിസോണ്ടൽ റേഞ്ചിനുള്ള ഇക്വേഷൻ പഠിച്ചു. u square sin 2 theta divided by g എന്ന് പഠിച്ചു. പിന്നെ നമുക്ക് എന്ത് കിട്ടി? മാക്സിമം റേഞ്ച് കിട്ടുന്നത് എപ്പോഴാണ്? മാക്സിമം റേഞ്ച് കിട്ടുന്നത് എപ്പോഴാണ്? തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി വരുമ്പോൾ.
തീറ്റ ഈസ് ഈക്വൽ ടു 45 എന്നാൽ റേഞ്ചിന്റെ ഇക്വേഷൻ എന്താവും? യു സ്ക്വയർ സൈൻ 2 ഇൻറ്റു 45 ഡിവൈഡഡ് ബൈ ജി ഈസ് ഈക്വൽ ടു എന്തെഴുതാം? എന്താന്ന് എഴുതാം നമുക്ക്? ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 ഇൻറ്റു 45 ഈ സൈൻ 90. സൈൻ 90യുടെ വാല്യൂ 1 ആയതുകൊണ്ട് സൈൻ 90 ഡിവൈഡഡ് ബൈ ജി. സൈൻ 90യുടെ വാല്യൂ 1 ആയതുകൊണ്ട് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എന്ന് കിട്ടും. എന്താ പറഞ്ഞത്? മാക്സിമം റേഞ്ചിനുള്ള ഇക്വേഷൻ ആണ്, ആർ മാക്സിനുള്ള ഇക്വേഷൻ ആണ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി. ആർ മാക്സിനുള്ള ഇക്വേഷൻ എന്താണ്? യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചു അല്ലേ? എച്ച് മാക്സിനൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചത് എന്താണ്? എച്ച് മാക്സിന്റെ ഇക്വേഷൻ നമ്മൾ അല്ലെങ്കിൽ ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താണ്? H is equal to u square sin square theta divided by 2g എന്ന് പഠിച്ചു. ഈ എച്ച് മാക്സ് ആവുന്ന എപ്പോഴാണ്? മാക്സിമം ഹൈറ്റ് ആവുന്ന എപ്പോഴാണ്? തീറ്റയ്ക്ക് 90 ഡിഗ്രി വരുമ്പോൾ നേരെ പ്രൊജക്ട് ചെയ്യുമ്പോഴാണ് മാക്സിമം ഹൈറ്റ് പേര് താഴെ വരുന്നത്. തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി വരുമ്പോൾ, തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി വന്നാൽ ഇതങ്ങ് പോവുമല്ലോ, സൈൻ തീറ്റ അങ്ങ് പോവുമല്ലോ. ഇപ്പം എന്താണ്? യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g. ശരിയല്ലേ? ഇതിനെ എനിക്ക് എച്ച് മാക്സ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു 1/2 എന്ന് എഴുതുന്ന തെറ്റുമല്ലോ ഉണ്ടോ? യു സ്ക്വയർ ബൈ ജി ഇൻറ്റു 1/2. യു സ്ക്വയർ ബൈ ജി എന്ന് പറഞ്ഞാൽ ആരാണ്? ആർ മാക്സ്. ഇപ്പം എന്തെഴുതാം? എച്ച് മാക്സ് ഈസ് ഈക്വൽ ടു ആർ മാക്സ് ഡിവൈഡഡ് ബൈ 2. അല്ലെങ്കിൽ എന്തെഴുതാം? ആർ മാക്സ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എച്ച് മാക്സ്. പ്രോബ്ലംസ് വരുമ്പോൾ, ഓൺവേർഡ് പ്രോബ്ലം വരുമ്പോൾ ആവശ്യം പോലെ ഉപയോഗം വരുന്ന സാധനങ്ങളാണ് ഈ പഠിച്ചതെല്ലാം. മാക്സിമം ഹൈറ്റിന്റെയും മാക്സിമം റേഞ്ചിന്റെയും തമ്മിൽ, മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റിന്റെയും മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ചിന്റെയും തമ്മിലുള്ള റേഷ്യോ ആണ്, റിലേഷൻ ആണ് ഇപ്പോൾ പഠിച്ചത്. മാക്സിമം ഹൈറ്റ് ഈസ് ഈക്വൽ ടു ആർ മാക്സ് ഡിവൈഡഡ് ബൈ 2. ഓർത്തു വയ്ക്കുക, എല്ലാ കാര്യങ്ങളും ഓർത്തു വെച്ചേക്കുക. ഒരു കാര്യം കൂടെ പറയുമ്പോൾ നമ്മുടെ പ്രൊജക്ടൈലിന്റെ സെക്ഷൻ, തിയറി സെക്ഷൻ കംപ്ലീറ്റ് ആവും. റേഞ്ചിനുള്ള ഇക്വേഷൻ നമ്മളിവിടെ പഠിച്ചു. എന്താണ്? ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്നൊരു ഇക്വേഷൻ പഠിച്ചു. മനസ്സിലാക്കേണ്ട കാര്യം, ഒരേ റേഞ്ച് രണ്ട് വ്യത്യസ്ത ആംഗിളിൽ നമുക്ക് കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 30 ഡിഗ്രിയിൽ ഒരു വസ്തുവിനെ എറിഞ്ഞു. 30 ഡിഗ്രിയിൽ വസ്തുവിനെ എറിഞ്ഞാൽ ഇവിടെ വന്ന് വീഴും. 60 ഡിഗ്രിയിൽ ആ വസ്തുവിനെ എറിഞ്ഞാലും ഇവിടെ തന്നെ വന്ന് വീഴും. ദാറ്റ് മീൻസ് രണ്ട് ആംഗിളിൽ ഒരേ റേഞ്ച് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ ആംഗിളിലെ റേഞ്ചും 90 മൈനസ് തീറ്റ എന്ന ആംഗിളിലെ റേഞ്ചും ഈക്വൽ ആയിരിക്കും. പ്രൂഫ് ഒന്നും പറയുന്നില്ല. എന്താണ്? തീറ്റ ആംഗിളിലുള്ള റേഞ്ചും 90 മൈനസ് തീറ്റ ആംഗിളിലുള്ള റേഞ്ചും എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും.